ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതൊക്കെ ഇനി വരും വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ സേമിയയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സേമിയ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ ടോപ്പിൽ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ 750 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പകുതി ആയിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടാം, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ കരിയാതെ വേണം നമ്മളിത് വറുത്തെടുക്കാൻ. ഈ സേമിയ ആദ്യം വറുക്കുന്ന സമയത്ത് കുറച്ചൊരു പണിയാണ് കേട്ടോ. പുറത്തേക്കൊക്കെ ഇങ്ങനെ തെറിച്ച് പോകും. പക്ഷെ നമ്മൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ സുഖമായി നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഈ സേമിയ റെഡി ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ സേമിയ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഞാൻ ഇതിലേക്ക് വേണ്ട വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സേമിയ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ചിക്കനും സവാള, ഇഞ്ചി, വെള്ളുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ 3 വലിയ തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്തതാണ്. പിന്നെ 4 വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നെ 3/4 ടീസ്പൂൺ ചിക്കൻ മസാല, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പക്ഷെ അതാണെങ്കിൽ നമ്മുടെ ചിക്കൻ സേമിയയ്ക്ക് നല്ലൊരു കളറായിരിക്കും, എരിവ് അധികം ഉണ്ടാവില്ല. പിന്നെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ സവാളയൊക്കെ 4 വലിയ സവാള തന്നെ എടുക്കണം. അപ്പം മസാല കൂടുതലുണ്ടെങ്കിലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളറിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഒട്ടും കരിയാതെ തന്നെയാണ് വറുത്തത്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള സേമിയയും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുക്കുമ്പോൾ ഒട്ടും കരിയാതെ തന്നെ വേണം നമ്മൾ വറുത്തെടുക്കാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സേമിയ വറുത്തതിൻ്റെയും വറുക്കാത്തതിൻ്റെയും നിറം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ വറുത്തെടുക്കാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് വെള്ളവും തിളച്ചിട്ടുണ്ട്. ഈ ചിക്കൻ സേമിയ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഈ സേമിയ കരിയാതെ ഇതുപോലെ ഗോൾഡൻ കളറിൽ വറുക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ വറുത്ത ഉരുളിയിലേക്ക് തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ സേമിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത്. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വരുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല. ഈ സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ സവാള ഇട്ടിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സേമിയയിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ച സേമിയ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടിട്ട് വെള്ളം ലെവൽ ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അഥവാ ഇനി വെള്ളം അധികമായാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പിന്നീട് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അത് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ അടച്ചിരിക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ സവാള ഇവിടെ വഴന്ന് വരുന്നുണ്ട്. പിന്നെ സവാളയും തന്നെ നല്ല പോലെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടതാണ്. ഞാൻ കുറച്ച് കെച്ചപ്പ് കൂടെ ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സവാള ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 വലിയ തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
തക്കാളി ചേർത്തിട്ട് വഴറ്റുമ്പോൾ ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതലായിട്ട് വെള്ളുള്ളി പേസ്റ്റാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 1/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഇഞ്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വെള്ളുള്ളി ഇതിൽ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടെന്ന് നോക്കാം. നമ്മൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കനും മസാലകളൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ പതുക്കെ നല്ല പോലെ തന്നെ ചിക്കൻ വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേവുന്നത് വരെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് ആയിക്കോളും, ബോൺലെസ് ചിക്കൻ അല്ലേ. അപ്പോൾ ചിക്കൻ വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് കെച്ചപ്പ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഈ സേമിയ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു 90% കുക്കായിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ പാകത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. സ്ട്രെയിൻ ചെയ്യാനുള്ളതൊന്നുമില്ല, കറക്റ്റ് പാകത്തിൽ തന്നെ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ മസാലയിലേക്ക് ഇട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ വൈകുന്നേരങ്ങളിലോ ഒക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാം. ഏത് സമയത്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ സേമിയ ഇവിടെ റെഡിയായി. ഇതിലെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് സേമിയ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ചന്തത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കാണാൻ ഭംഗിയുണ്ടെന്ന് മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നെക്സ്റ്റ് അപ്ലോഡ് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കാണുക. കാരണം ഞാൻ ഇതുവരെ ആരോടും ഷെയർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അണ്ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു.